ഓണാഘോഷം പൂർണ്ണമാകണമെങ്കിൽ മാവേലി അത്യാവശ്യമാണ്. എന്നാൽ കൊച്ചിയിലെ മാവേലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓലക്കുടയും കിരീടവും കുടവയറുമായി ഇവിടെ പ്രജകളെ കാണാനെത്തുന്നത് കൊച്ചി സ്വദേശിനി സൂസൻ ലോയിഡ് ഫെറേറോ ആണ്. കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന സൂസന്റെ മാവേലിയായുള്ള ജൈത്ര യാത്ര ഇനിയും തുടരും. ഓണക്കാലത്ത് എവിടെ നോക്കിയാലും നമ്മൾ മാവേലികളെ കാണാറുണ്ട്. മാവേലികളായി എപ്പോഴും നമ്മൾ കാണുന്നതും ആണുങ്ങളെ ആയിരിക്കും. പക്ഷേ ഒരു പെണ്ണ് മാവേലിയായി നമ്മൾ അധികം ആരും കാണാൻ സാധ്യതയില്ല. എന്നാൽ അത്തരത്തിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുകയാണ് കൊച്ചി സ്വദേശിനി സൂസൻ ലോയിഡ് ഫെറേറോ. കഴിഞ്ഞ 5 വർഷങ്ങളായി സൂസൻ എല്ലാ ഓണക്കാലത്തും മാവേലിയായി വേഷമിടുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സൂസൻ ജോലി ചെയ്യുന്നത്. തന്റെ വ്യത്യസ്തമായ വേഷവിധാനം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സന്തോഷവും കൗതുകവുമാണ് ഇതിനുള്ള പ്രധാന കാരണമെന്ന് സൂസൻ വ്യക്തമാക്കി. മാനസിക സന്തോഷം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു വേറെ വ്യത്യസ്തമായ ഡ്രസ്സ് ഇട്ട് മറ്റുള്ളവരെ ഒന്ന് ചിരിപ്പിക്കുക, അവരോടൊപ്പം നിന്ന് സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക. ഓണം ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വാട്സപ്പിലും എല്ലാ സ്റ്റാറ്റസും ഞാൻ കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ആ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിലൊരു സന്തോഷമാണ്. ഇപ്പോൾ പല സംഘടനയിൽ നിന്ന് വിളിക്കാറുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ഡ്യൂട്ടി സംബന്ധമായി പോകാനുള്ളത് കൊണ്ട് പോണില്ല. എന്നാലും നാളെയും ഉണ്ട്. നാളെ ഇവിടെ തോപ്പുംപടി വാക്ക് വേയിൽ ഒരു മോർണിംഗ് വാക്ക് ഒരു സംഘടനയുണ്ട്. ആ സംഘടനക്കാർ നാളെ വൈകുന്നേരത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അതിന് വീണ്ടും പോകും. പിന്നെ 13 AD എന്നും പറഞ്ഞുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഡാൻസും പാട്ടും ഒക്കെ പഠിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്. അവർ വിളിച്ചിട്ടുണ്ട്. അവിടെയും പോകും. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുണ്ട്, ഞാൻ മെയിനായിട്ട് കാരുണ്യ സംഘവേദിയിൽ നിന്നാണ് ഇന്നിപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ വന്നേക്കുന്നത്. കാരുണ്യ സംഘവേദി കഴിഞ്ഞ ദിവസം ഓണാഘോഷ പരിപാടിയിൽ ഞാൻ തന്നെയായിരുന്നു മാവേലി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, അടിപൊളിയായിരുന്നു. അത് കേൾക്കുമ്പോൾ അടുത്ത വർഷവും മാവേലി ആകാനായിട്ടുള്ള പ്രചോദനമാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇനിയും പലയിടങ്ങളിൽ മാവേലിയായി എത്താനുള്ള തിരക്കിലാണ് സൂസൻ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.